അപ്പൊ എന്റെ വാദം മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം മലപ്പുറം സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്. സാമ്പത്തികമായി പിന്നോക്കം മാത്രമല്ല, ഞാൻ പറയാം, തീരദേശം, മലപ്പുറം തീരദേശത്ത് നിന്ന് ഇപ്പൊ പൊന്നാനിയിൽ നിന്ന് നിലമ്പൂർ വഴിക്കടവ് വരെ പോകണമെങ്കിൽ ഉള്ള ദൂരം ആലോചിച്ച് നോക്കി, പോപ്പുലേഷൻ ആലോചിച്ച് നോക്കി. പടിഞ്ഞാററ്റം പൊന്നാനിയാണെങ്കിൽ കിഴക്കേറ്റം വഴിക്കടവ് മറ്റേ ഇവിടെ വരെ കർണാടക അല്ല തമിഴ്നാട് വരെ പോകുന്ന കൂടുതലൂരെ മറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. എത്ര ദൂരമുണ്ട്, എത്ര നീളമുണ്ട്. ഇവിടെ മറ്റേ എന്താ പറയുക, ചങ്ങരംകുളം ഇത് മുതൽ തൃശ്ശൂരിന്റെ ഇങ്ങേറ്റം മുതൽ തേഞ്ഞിപ്പാലം കഴിഞ്ഞ് അപ്പുറം വരെ പോകണം. എത്ര കിലോമീറ്റർ ഉണ്ട്? നമ്മൾ സ്ഥിരം സഞ്ചരിക്കുന്നതല്ലേ. വലിയ ജില്ല തന്നെയാണ് മലപ്പുറം. ഇത്രയും വലിയ ജില്ലക്ക് താലൂക്കുകൾ കുറവാണ്. അപ്പൊ അത്ര താലൂക്ക് കുറവെന്ന് മാത്രമല്ല, അപ്പൊ ഞാൻ പറയാം, അവർക്ക് എല്ലാ കാര്യത്തിനും മലപ്പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മലപ്പുറം കേന്ദ്രമാണ്. അങ്ങനെയാണല്ലോ പല ജില്ലകളും വന്നില്ല. എന്തിനാ പത്തനംതിട്ട ജില്ല? അവരുടെ ആവശ്യം ന്യായമാണ്. പത്തനംതിട്ട ജില്ല എന്തിനാ വന്നേ? അതിൽ നമ്മൾ ദുരുദ്ദേശം കണ്ടെത്താൻ കെ നായർ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോ ആരും വർഗീയത പറഞ്ഞില്ലോ. കെ നായർ എന്ന് പറയുന്ന ഒരാളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി വാദിച്ചത്. അദ്ദേഹം അതിന് ആത്മാഹുതി കൊടുക്കാൻ റെഡിയായ ഒരാളാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാ മുന്നണിയും തോൽപ്പിച്ച് പത്തനംതിട്ട ജയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജന സാഹചര്യമൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ. അല്ല, വിഭജനം വേറെ. ഇപ്പൊ സംസ്ഥാനം ഉണ്ടാവണമെന്ന് വിഭജനം അല്ലല്ലോ. തെലങ്കാന സംസ്ഥാനം ഉണ്ടായി അല്ലേ, ആന്ധ്രയിൽ തെലങ്കാന സംസ്ഥാനം ഉണ്ടായി, ഛത്തീസ്ഗഡ് ഉണ്ടായി. സംസ്ഥാനങ്ങൾ തന്നെ അങ്ങനെ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? ജാർഖണ്ഡ് ഉണ്ടായില്ലേ? നമ്മളിപ്പോ എന്തിനാ അങ്ങനെ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞ ഇപ്പോ ബംഗാളിൽ ഗൂർഖാലാൻഡിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗാളിലെ വടക്കേറ്റ് ഗൂർഖാലാൻഡിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഇതിനെ നമ്മൾ വർഗീയമായിട്ടൊന്നും കാണും. തെലങ്കാന വർഗീയ കലാപല്ലോ, തെലുങ്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ല ഉണ്ടാവും. നാളെ മദ്രാസ്, നാളെ ചെന്നൈ, തമിഴ്നാട് രണ്ടാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. ബംഗാളില് വന്നപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തവരാണല്ലോ ഇവിടുത്തെ മിക്ക പാർട്ടികളും, BJP അടക്കം. ഗൂർഖാലാൻഡിനെ സപ്പോർട്ട് ചെയ്ത ആളുകളെ, പക്ഷെ അവർക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം അത് ഇന്ത്യ ഇപ്പൊ പ്രശ്നം വേറെയോ. ഇപ്പൊ കാശ്മീർ മൂന്നാക്കിയില്ലേ? കാശ്മീർ മൂന്നാക്കിയില്ലേ? അത് ആരോട് ചോദിച്ചിട്ട്? BJPയുടെ താല്പര്യത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിഭജനത്തിന് ഇതിന് പ്രത്യേക നമ്മളത് പഠിക്കേണ്ട കാര്യമാണ്. ഒരു ജില്ല വിഭജിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ വർഗീയമായിട്ടല്ല കണ്ടത്. അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം സാമൂഹ്യമായ ഘടകങ്ങൾ വെച്ച് പരിശോധിക്കണം. നമുക്കിവിടെ എന്തിനേയും വർഗീയമാക്കാനുള്ള. പക്ഷേ UDF ഗവൺമെന്റിനും അതിനുള്ള തന്റെ ഇടം ഉണ്ടാവുമോ? അല്ല, അത് വേറെ കാര്യം. UDF ചെയ്യില്ലോ എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വെറുതെ യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് മഹത്തരമാണ്. തീർച്ചയായും അത് തെറ്റായ ഒരു ആശയമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മഹത്തരം ഞാൻ പറഞ്ഞില്ല, തെറ്റായ ഒരു ആശയമല്ല. അല്ല, ഒരു സംശയം.